ഏതാണ്ട് കാര്യമായിട്ട് അരിയാണല്ലോ അമ്മേ? കാര്യമായിട്ടല്ല, വെറും ഒരു അവിയൽ. വെറും ഒരു അവിയലോ? അവിയലിനെ അത്ര ചെറുതായി കാണാണ് അമ്മ. അതല്ല തൽക്കാലം. അവിയൽ ഒരു രാജകീയ വിഭവല്ലേ? അതാണോ? അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അമ്മാതിരി സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ചെയ്യുന്നത്. ഇതെന്താ ഇത് കുറെ അരിഞ്ഞല്ലോ? ഇത് എന്തൊക്കെയാ? ഇത് വെള്ളരിക്ക, പടവലങ്ങ, വഴുതനങ്ങ, ഏത്തയ്ക്ക, ഒരു കോവയ്ക്കായും ഉണ്ട്. അപ്പൊ ഈ ക്യാരറ്റിന് അമ്മ ക്യാരറ്റ് ഇതിനകത്തിടും. ഇത് അരിഞ്ഞു കഴിഞ്ഞാണോ? ഇത് അതരിഞ്ഞ ചേനയും ഒരു ചെറിയ ചേമ്പും കൂടെ. ഇത്രയും സാധനം പെട്ടെന്ന് അരിഞ്ഞു കഴിഞ്ഞു. അതാണ് അവിയൽ എന്ന് പറയുന്ന പരിപാടി. അവിയൽ നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓരോ തവണയും പലപ്പോഴും പല സാധനങ്ങളുള്ളതും ഇല്ലാത്തതും ഒക്കെ അനുസരിച്ച് ചേർത്തിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്? ഉണ്ട്. ആന്നു അങ്ങനെ കിട്ടുന്നതൊക്കെ വെച്ച് അവിയലും വെക്കും, വേണ്ടത് മാത്രം ചേർത്ത് അവിയൽ വെക്കും. അങ്ങനെ ശരിക്കും ഇത് ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് തോന്നും. സത്യം പറഞ്ഞു തോന്നണ്ട, ഓരോന്നിനും അത് അതിൻ്റെതായിട്ടുള്ള താമസവും കാര്യമൊക്കെ ഉണ്ട്. അല്ല, ഇതിപ്പോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഇപ്പോഴേ തുടങ്ങി, ജസ്റ്റ് തുടങ്ങിയുള്ളൂ, അരിഞ്ഞു കഴിഞ്ഞു. ചിലപ്പോൾ ഇതൊക്കെ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാലേ വലിയ ഭാരിച്ച പണിയായിട്ടാണല്ലോ മൊത്തത്തിൽ ആളുകൾക്ക് തോന്നാറ്. കുക്കിംഗ് ആണെങ്കിൽ ദിവസവും ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴേ അത് ചെയ്ത് ശീലം വേണം. എന്നും ചെയ്യുവാണെന്നേരി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്ത് ശീലം വേണം. പിന്നെ ഇത് ചെയ്യാനുള്ള മനസ്സ് വേണം. അത് വേണം. മനസ്സുണ്ടെങ്കിലേ എന്തും നടക്കൂ. പിന്നെ ശീലം വേറൊന്ന്. ഇതിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക. ഇപ്പം ഞാനൊക്കെ ഇപ്പം കൂടുതലും പുറത്തല്ലേ, വല്ലപ്പോഴും ഇടയ്ക്ക് സമയത്ത് സ്ഥിരമായിട്ട് വെക്കുമായിരുന്നു. അല്ലെങ്കിലും അങ്ങനെ അടുക്കള പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഇതിനൊരു മനസ്സെന്ന് പറഞ്ഞൊരു സാധനം, ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, അതിനൊരു മനസ്സ് തന്നെ വേണം എന്നാണ്. വീട്ടിലെ ഭക്ഷണത്തിന് വേറെ ഒരു ഇതാണ്. അല്ല, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചോളണം, വേണേ ഇഷ്ടമുണ്ടെങ്കിൽ. അതെ. പിന്നെ ഇതിനകത്ത് ഒരു പയർ ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനത്തെ പയർ, അച്ചങ്ങ പയർ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അമ്മ ഇത് പകുതി ആയപ്പോഴാണ് ഇതെല്ലാം കട്ട് ചെയ്തൊരു ഇതാകുമ്പോഴാണ് നമ്മുടെ രംഗപ്രവേശം. അതുകൊണ്ടാണ്. അവിയൽ ഇവിടുത്തെ ഒരു സ്ഥിരം വിഭവമാണ്. അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അത് വേറെ കഥ. പച്ചമുളക് ചേർക്കല്ലേ. പക്ഷെ വേറെ കാര്യമുള്ളതേ, ഈ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല അവിയലിനും പല ടേസ്റ്റാണ്. അത് സംശയമൊന്നുമില്ല. കാരണം ഓരോരുത്തരും ചെയ്യുന്ന അവിയലിന് ഓരോ സ്വാദുണ്ട്. ഓരോരുത്തരും ചെയ്യുന്നതിനില്ല പറഞ്ഞേ, അമ്മ തന്നെ ചെയ്യുന്ന പല സമയത്ത് പല സാധനങ്ങൾ ചേർക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് വരുന്നത്. ഓരോ സാധനം ചേർക്കുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള സ്വാദ് കൂടുതലും കുറവൊക്കെ വരും. എല്ലാം അരിഞ്ഞൊന്ന് കഴുകിടാം. രണ്ടായിട്ടരിഞ്ഞേ. ഇത് പച്ചക്കറി, ഇത് കിഴങ്ങുകളില്ലയോ, ചീമച്ചേമ്പും ഈ പറഞ്ഞ പോലെ ചേന മാത്രമാണ്. അല്ല, വേറൊന്നും. ഇത് വഴുതനങ്ങയുടെ ശകലം ഇതിനകത്ത് വന്നതാണ്. അത് ഇപ്പുറത്ത് കിടക്കേണ്ട സാധനമായിരുന്നു അല്ലേ? അങ്ങനൊന്നും ഇല്ല. എല്ലാം ചേരുന്ന ഒന്നായി കഴിഞ്ഞാൽ അവിയലായി. അതെ. കറിവേപ്പില ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒരെണ്ണം മതിയോ? എത്ര ഉണ്ടെങ്കിലും നല്ലതാണ് കഴിക്കുന്നത്. ഇതെല്ലാം കഴുകി. മറ്റേത് കഴുകണ്ടായിരുന്നോ പച്ചക്കറി? അത് കഴുകി അരിഞ്ഞതാ. കഴുകി അരിഞ്ഞു. അതൊക്കെ കഴുകി അരിഞ്ഞാൽ മതി. ഇതരിഞ്ഞു. എന്തൊക്കെ പരിപാടികളാണ്. ഇനി നമുക്കിത് അടുപ്പേ വെക്കണം എന്നതാ. കലത്തേലാണല്ലേ അമ്മേ? ചെറിയ ചട്ടിയിലാണ് പരിപാടി. ചട്ടിയിൽ ഇങ്ങനെ അവിയലിങ്ങനെ ചട്ടിയിലുള്ളതിനൊരു വേറൊരു രുചി തന്നെയാണ്. അതിനിപ്പം എങ്ങനെ പറഞ്ഞാലും അത് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു കരിവേപ്പിലൂടെ പറിച്ചുകൊണ്ട് വരട്ടെ. ഞാൻ പോയി പറിച്ചിട്ട് വരണോ? ഞാൻ പറിച്ചുകൊണ്ട് വരാം. കറിവേപ്പില വന്നു. അത് നമ്മൾ അടി വെക്കുന്നത്? അത് ഞാൻ അടിയിലാണ് വെക്കുന്നത്. കറിവേപ്പിലയോ? പിന്നിടും. ഇതിപ്പോൾ അടിയിലോട്ടൊന്ന് നിരത്തും. അടിയിൽ കറിവേപ്പില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ട്. അതിൻ്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഏത്തക്കയൊക്കെ ഉണ്ടല്ലോ, കലത്തെ പിടിക്കും.
ഓ അത് പിടിക്കാതിരിക്കാൻ അടിയിൽ ഒരു റൗണ്ട് ഇത് വെക്കുന്നതല്ലേ? ആ അപ്പം നിരത്തിയല്ലേ മേ? അത് പക്ഷേ ഇച്ചിരി ഇത് ഏത്തക്ക പിടിക്കുമെന്ന് പറഞ്ഞാൽ ആകെ പക്ഷേ ഈ 2-3 ഇലയല്ലേ വെച്ചിട്ടുള്ളൂ. അത് മതി അത് മതി. അതുകൊണ്ട് പിടിക്കില്ല എന്നാണോ? അങ്ങനെ അതുകൊണ്ട് പിടിക്കില്ല എന്നൊന്നുമില്ല. ഒരു ഒരു പ്രൊട്ടക്ഷൻ എന്നേ ഉള്ളൂ അടിയിൽ. ഇത് തിരിക്കുമ്പോൾ പിന്നെയും പിടിക്കും. ഉപ്പ് ഉപ്പ്. ഇനി മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇത്രയും മാത്രം മതിയോ? മഞ്ഞപ്പൊടി. കാന്താരി കൂടെ അരയ്ക്കാം. അതുകൊണ്ട് ഞാൻ അരച്ച് ചേർക്കാനാണോ? പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പുറത്ത് 2 കാന്താരി കൂടെ അരയ്ക്കും. അപ്പോൾ ചുമന്ന മുളക് വേണ്ട, മഞ്ഞ് ചിരിക്കുന്നേ ഉള്ളൂ. അവിയലേ അല്ലെങ്കിലും അവിയൽ മഞ്ഞച്ചല്ലേ ഇരിക്കണ്ടേ? അല്ല, ചുമപ്പ് പൊടി ഇട്ടാൽ ചുമന്നിരിക്കും. സാധാരണ നമ്മുടെ സങ്കല്പങ്ങളിൽ അവിയൽ മഞ്ഞയാണ്. സങ്കല്പങ്ങളിൽ മാത്രമല്ലല്ലോ അനുഭവങ്ങൾ. അത് ശരിയാ. ഇനിയിപ്പോൾ അതിൽ വെള്ളം ഒഴിക്കണ്ടേ? ഒഴിക്കണം. വെള്ളം ഒഴിക്കുക. കണ്ടോ വെള്ളം? വെള്ളം കണ്ടു. തീ കത്തിക്കുക. അടച്ചു വെക്കുക. അടച്ചോട്ട് വെച്ച് വേവട്ടെ. അപ്പോഴത്തേക്കും തേങ്ങ തിരുമ്മിച്ച് അച്ചിടാം. തേങ്ങ പൊട്ടിച്ചപ്പോൾ അടന്നു പോയതായിരുന്നു. ഞാനത് അരിഞ്ഞു വെച്ചേക്കുക. അത് ഇതിനിടാൻ കൊള്ളാം. പകുതി തേങ്ങ. ഇത് കൊള്ളാം, ഇതിന് കുഴപ്പമില്ല. കാരണം ഇത് അടന്നു വന്നപ്പോൾ ഞാനത് അരിഞ്ഞു വെച്ചു. അത്രേ ഉള്ളൂ. ജീരകം അത് ആദ്യം ഒന്ന് അടിക്കട്ടെ. അത് ഇച്ചിരി ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനമല്ല. സോഫ്റ്റ് അല്ല, ഈ തിരുമ്മി കിടക്കുന്ന ചെറുതായ സാധനമല്ല, തിരുമ്മിയതുപോലുള്ള സാധനമല്ല. ഇതൊന്ന് അടിക്കട്ടെ. അതും ചെറുതായിട്ട് ഇനി മതി. അതിന് മുകളിലിരിക്കുന്നതാണ് കൊത്തുകൾ. അത് സാരമില്ല, അതിനകത്ത് അടുത്തരപ്പിന് ശരിയായിക്കോളൂ. സത്യം പറഞ്ഞാലേ എന്തിനാ ഈ കഷ്ടപ്പെട്ട് തേങ്ങ തിരുമുന്നേ? ഇതിങ്ങനെ കൊത്തിയിട്ടിട്ട് അരിഞ്ഞാൽ പോരെ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെയുള്ള കുറുക്കുവഴി ചെയ്യുള്ളൂ. ഈ കുത്തിയിരുന്ന് തേങ്ങ തിരുമുണ്ടല്ലോ. എന്താ നോക്കുന്നേ? പിച്ചാത്തി. അതെന്തിനാ പിച്ചാത്തി? ഈ വലുതൊന്ന് ചെറുതാക്കി ഇടട്ടെ. അതല്ലെങ്കിൽ തേങ്ങ അരിഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് ഇതിനകത്തിൽ ഇത് ഇത്ര കൊത്തി വിടുന്നത്? അല്ലെങ്കിൽ അരിയാൻ ഇച്ചിരി അരിഞ്ഞു വരാൻ ഇച്ചിരി ഒരു ചെറിയ ഇത് കാണുമല്ലേ? ഇല്ല, അരച്ചില്ലേ ആദ്യം അങ്ങ്. അതല്ലമ്മേ, ഉള്ളി അരയാൻ ചെറിയ ബാക്കി ഇത് ഇട്ടു. വേറെ പച്ചമുളകൊന്നും ഇട്ടില്ലല്ലോ? പച്ചമുളക് ഇടാം. കാന്താരി അല്ല, പച്ചമുളക് തന്നെ ഇട്ടേക്കാം. കാന്താരി ഇനി അടിയിലിടേണ്ടതായിരുന്നു. കാന്താരി നമ്മൾ എവിടെ? കാന്താരി ഉണ്ട്. കാന്താരി നമ്മൾ അതിനകത്തിൽ ഇട്ടില്ലായിരുന്നോ അമ്മേ? എന്തോ അതിനകത്ത്? ഈ നമ്മുടെ ഈ തോരനില്ലേ? അത് ഇതിനുള്ളതില് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഇതുകൂടി ഇടുക. ഓക്കെ. എന്നിട്ട് അങ്ങ് ചതച്ചാൽ മതി. ചതഞ്ഞോ? അരച്ചെടുക്കുക എന്ന് പറയരുത്. ഇത് ഒന്ന് ചതയ്ക്കുന്ന തോരനെ, 2 ചതയ്ക്കുന്ന അവിയലിനെ എന്ന് പറഞ്ഞാൽ തോരനെക്കാട്ടി ശകലം കൂടെ ആയിരിക്കും. മനസ്സിലായി. ഉണ്ട്. അതരിഞ്ഞു, മുളകും അരിഞ്ഞു. ഉണ്ടോ? കണ്ടു. ഇത്ര കൊണ്ട് കഴിഞ്ഞു. 1 ചത, 2 ചത, 3 ചത. 3 ചതയുടെ ഒന്നുമില്ല. ഇത് പൊക്കി നോക്കാനായോ? ഇടാനായോ? ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. ആദ്യം അങ്ങനെ വരുന്നില്ല. ഇന്നലെ പൊള്ളിയത് അതെന്ത് ഏതോ ഒരു പാത്രത്തിലെങ്ങാണ്ട്. അത് മറ്റേ ഇത് പറ്റിയില്ലല്ലോ അമ്മേ? മറ്റാൻ തീ കത്തിച്ചില്ല. കാരണം കത്തിച്ചതേ ഉള്ളൂ, കൂട്ടിയില്ല. കാരണം അത് വേവട്ടല്ലേ? കുറച്ചുകൂടെ വെന്ത ശേഷമല്ലേ മറ്റേ? അത്രേ ഉള്ളൂ. ഉണ്ടോ? കഷ്ണമൊക്കെ ഒരുവിധമായി. കഷ്ണം ഏതാണ്ട് വെന്തു. അതിങ്ങനെ തിരിക്കുക. അതിങ്ങനെ പൊള്ളയായിട്ട് വന്ന് നിൽക്കുന്ന കാണുമ്പോഴറിയാം. നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല. ഈ വേവ് മതിയല്ലേ മേ? ചൂട് വേണം.
വെള്ളം അങ്ങനെ പറ്റി. ഇനിയും കുഴപ്പമില്ല, ഈ അരപ്പിട്ടല്ലയോ ഇച്ചിരി നേരം കൂടെ വെക്കുമല്ലോ. ഓ അത് ശരി. ആ സമയം കൊണ്ട് അതങ്ങ് വെന്തു. അപ്പോൾ ഒരു പകുതി വേവിന് നമ്മൾ അരപ്പ് മിക്സ് ചെയ്യാണ് ഇതിൽ. എല്ലാം തിളച്ച് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളങ്ങ് അരപ്പ് ചേർക്കണം. ഓക്കെ, അരപ്പ് വിട്ട് ഇനി വീണ്ടും അടച്ചു വെക്കുമായിരിക്കും. അടച്ചു വെക്കും. അരപ്പ് ഇതിന് മിക്സ് ചെയ്തിട്ടാണോ? അല്ല, മുകളിലിരുന്നാൽ മതി. മുകളിലിരുന്ന് അതിൻ്റെ ആവിയിൽ വെന്ത് വരികയാണ് സാധനം. ആവിയിൽ വെന്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതെല്ലാം അങ്ങോട്ടൊന്ന് പിടിക്കുക എന്നുള്ളതാണ് അല്ലേ? ഇനി അടയ്ക്കല്ലേ? അടയ്ക്കുക. അമ്മ കംപ്ലീറ്റ് മിക്സിയുടെ അടുപ്പിൽ വരെ അത് കളയാൻ പറ്റുമോ? അതൊക്കെ അതിൻ്റെ ഏത് ഭാഗത്താ ഗുണമെന്നറിയാനോ? പിന്നല്ല, ഇനി അടച്ചങ്ങ് വെച്ചു. അടച്ചിനി കാത്തിരിപ്പാ. ഒരു 10 മിനിറ്റ് ഓടിയാൽ 10 മിനിറ്റ് വേണ്ടി വരത്തില്ല. വെള്ളം പറ്റണം അല്ലേ? ഇച്ചിരി ഒന്ന് അതെല്ലാം കൂടെ ചേർന്ന് വരണം. ഓക്കെ, അപ്പം വെയിറ്റ് ചെയ്യും. ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് ഇരുന്നില്ല, 6 മിനിറ്റ് ഇരുന്നു. വെള്ളം അപ്പോഴും ബാക്കിയുണ്ട് അടിയിൽ. ശകലമേ ഉള്ളൂ, അത് വേണമല്ലോ. അത് വേണം, ഇത് ഇളക്കി കുഴയാണല്ലേ? പച്ചമുളകൊക്കെ ഇങ്ങനെ വഴണ്ട് അതിനുള്ളിൽ കിടന്ന് ആയോ മേ സെറ്റായി. നിങ്ങൾ ഇളക്കി ചേർത്താൽ മതി. മതി, കഴിഞ്ഞു. പറഞ്ഞു വരുമ്പോൾ എത്ര സിമ്പിളാണ് അവിയൽ എന്നുള്ളതാണ്. എത്രയോ സിമ്പിളാണ് അവിയൽ. അടിപൊളി. അതെങ്ങനെ അമ്മ മനസ്സിലാക്കി? മണം വരുമ്പോൾ അറിയാം കുറച്ചൊക്കെ. ഞാൻ മാത്രം ഇത്തവണ മണത്തെ സംശയം അത് മതി നോക്കിയിട്ട് എൻ്റെ കൈ ഇപ്പൊ പൊള്ളാൻ പോവാണ്. ആ മതി. ഇച്ചിരൂടെ വേണം. എനിക്കങ്ങനെ കൂടുതൽ വേണം തോന്നില്ലല്ലോ മേ. നോക്കിക്കേ, നോക്കട്ടെ. ഒന്നാമത് എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് മതി തോന്നുന്നത് ഇല്ലേ? ശകലം കൂടെ ചേരും, ഇത്രേ ഉള്ളൂ. ഒരു ശകലം കൂടെ ചേർക്കാം, അല്ലേ പിന്നെ തണുക്കുമ്പോൾ അതിനൊരു അതെനിക്കറിയാം. മാത്രമല്ല ഞാനിപ്പോൾ എടുക്കുമ്പോഴുള്ള ഇത്രയും കൂടെ ചേർക്കുക. ഞാൻ ഇച്ചിരി ചേർക്കുന്നുള്ളൂ. ഓക്കെ, ഇനിയും വേണ്ട. നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതെന്താ തൈര്. അതെന്തിനാ തൈര് ചേർക്കുന്നത്? പുളിക്ക് പകരം. പുളിക്ക് പകരം തൈരിട്ടിട്ടാണ് ഒരു ചെറിയ പുളി കൊണ്ടുവരുന്നത്. അടിപൊളി. ഇതാ ഇത് ഇളക്കണ്ടേ? വേണം. അപ്പം ഇനി ഇതിൻ്റെ അങ്ങ് ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഇളക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള കുഴഞ്ഞും കാണും. അടിപൊളി. അങ്ങനെ നമ്മുടെ എന്താ പറയുക, രുചികരമെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ രുചിയുണ്ടെന്ന്. നമ്മൾ എത്ര കഴിച്ചതാണ്. തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെയൊക്കെ എല്ലാം കൂടെ ചേർത്ത്. ഇവിടുത്തെ അവിയൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് അവിയലിന് ഓരോ രീതി ഉണ്ടല്ലോ. എന്നിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടല്ലേ? പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അത് അതിൻ്റെ അവിയലിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം. ഓ അത് ശരി. ഒഴിച്ചു. ഒന്നുകൂടെ ഇളക്കാം. എണ്ണയൊന്ന് ചേരാൻ വേണ്ടിയുള്ള ഒരു ഇളക്കം. അപ്പോൾ അവിയൽ സെറ്റായി കഴിഞ്ഞു. ഇനി ഇത് ഓഫാക്കിയല്ലോ ഞാൻ. ഒന്ന് ചേരാൻ വേണ്ടിയുള്ള സമയമല്ലേ? അപ്പോൾ അവിയൽ സെറ്റായി കഴിഞ്ഞു. ഇത്തിരി തൈര് അതിൽ വീണല്ലേ? കുഴപ്പമില്ല, കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ അവിയൽ. ഓക്കെ, ട്രൈ ചെയ്യാം.